ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സെന്റ് ജെയിംസ് യാക്കോബായ ദേവാലയത്തിന്റെ വിശ്വാസികൾ ഈ 2020 നമ്മെ സംബന്ധിച്ചോളം ഏറെ പ്രയാസത്തിന്റെയും ദുഃഖത്തിന്റെയും കാലഘട്ടമായിരുന്നല്ലോ. എന്നാൽ ഓരോ ക്രിസ്മസും പ്രയാസപ്പെടുന്നവർക്കും ദുഃഖിതർക്കും ആരോരുമില്ലാത്തവർക്കുമായി ഇതാ ഒരിക്കൽ കൂടി യേശു നമുക്കായി ജനിച്ചിരിക്കുന്നു. ഈ ജന്മത്തിന്റെ ദൂതുമായി എല്ലാവരുടെയും ഭവനങ്ങളിൽ എല്ലാ വർഷങ്ങളും ക്രിസ്മസ് കാരോൾ വരുന്നുണ്ടെങ്കിലും ഈ വർഷം അതിനും സാധ്യമല്ലാതെ വന്നിരിക്കുന്നതിനാൽ നമ്മുടെ ദൈവാലയത്തിൽ കൂടി വരുന്ന ദൈവമക്കൾ ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിപ്പാനും ആരാധിപ്പാനും ഈ വർഷത്തെ ക്രിസ്മസ് കാരോൾ ഈ വെർച്വൽ മീഡിയയിലൂടെ നിങ്ങളുടെ ഓരോ ഭവനങ്ങളിലും എത്തിച്ചേരുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഭവനങ്ങളിൽ നിറയട്ടെ. കർത്താവിന്റെ ദൂത് നിങ്ങൾ കേൾക്കുമ്പോൾ ആ സമാധാനവും സന്തോഷവും രുചിച്ചറിയുവാൻ ഈ വർഷത്തെ ക്രിസ്മസ് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഈ വർഷത്തെ ക്രിസ്മസ് മെസ്സേജ് നൽകുന്നത് ഓസ്ട്രേലിയയിലുള്ളതായ നമ്മുടെ എത്രയും ബഹുമാനപ്പെട്ട റെവറൻഡ് ഡോക്ടർ ജേക്കബ് ജോസഫ് അച്ഛനാണ്. അച്ഛനോട് ഞാൻ അഭ്യർത്ഥിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ അച്ഛൻ സ്വസമേതം അത് സമ്മതിക്കുകയും അച്ഛൻ്റെ മനോഹരമായ മെസ്സേജ് ഇതിനോടൊപ്പം ചേർക്കപ്പെടുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ഓരോ കുടുംബങ്ങളും അവരവരാൽ സാധിക്കുന്ന രീതിയിലുള്ള ഗാനങ്ങൾ ഇതിൽ ചേർക്കുന്നുണ്ട്. ഈ മനോഹരമായിരിക്കുന്ന ഈ സുദിനത്തിൽ എല്ലാവിധമായ മംഗളാശംസകളും മുന്നമേ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെയാണ്. ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛൻ, സെന്റ് ജെയിംസ് ദേവാലയത്തിലെ സ്നേഹനിധികളായ സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, 2020 ക്രിസ്തുമസിന്റെ എല്ലാവിധ ആശംസകളും മുന്നമേ നേരുന്നു. നിങ്ങൾക്കായി ഒരു ചെറിയ ക്രിസ്മസ് സന്ദേശം നൽകണമെന്നാണ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട അച്ഛനോടും ഇതിന്റെ ഇടവകയുടെ അംഗങ്ങളോടും ഭാരവാഹികളോടുള്ള നന്ദി വീണ്ടും അറിയിക്കട്ടെ. നിസ്സഹായകരുടെ സമ്മാനം എന്നുള്ള ഒരു തലക്കെട്ടിൽ ഈ ചെറിയ സന്ദേശം നമുക്ക് ഒരുമിച്ച് ശ്രവിക്കാം. The gift of the vulnerable community or the weak and the meek. ക്രിസ്മസ് നല്ല കാഴ്ചകളുടെ ഒരു പൂരമാണ്. ഒരുപാട് നല്ല കാഴ്ചകൾ. അത് നക്ഷത്രങ്ങളുടെയും നല്ല നിലാവിൻ്റെയും രാത്രിയുടെ ശാന്തതയുടെയും ആട്ടിടയന്മാരുടെയും രാജാക്കന്മാരുടെയും മറിയമിൻ്റെയും യോസേഫിൻ്റെയും ശിശുവായ യേശുവിൻ്റെയും ഒക്കെ ഓർമ്മകളെ വീണ്ടും നാം കണ്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ക്രിസ്മസ്. ഏതെല്ലാം മനുഷ്യ പ്രകൃതി പ്രയാസങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോഴും ക്രിസ്തുമസ് നമുക്ക് വളരെ കുളിർമയും സന്തോഷവും തരുന്ന ഒന്നാണ്. പുതിയ പുതിയ മാനങ്ങളുടെ കാഴ്ചകൾ നമുക്ക് ലഭിക്കുന്ന ഒന്നാണ്. ഈ കാലഘട്ടത്തിലാണ് നിസ്സഹായകതയുടെ സമ്മാനമെന്ന കാഴ്ചയിൽ ഞാൻ എൻ്റെ കണ്ണുകളെ ഉടക്കുന്നത്. ദൂരെ നിന്ന് വന്ന രാജാക്കന്മാർ ബേത്ലഹേമിലെ ഭവനത്തിൽ ചെന്ന് മറിയത്തോടുകൂടെ യേശുവിനെ കണ്ടുവെന്നാണ് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ പറയുന്നത്. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ പറയുന്നത് ശീലകൾ പൊതിഞ്ഞ് ശിശുവിനെ പശുത്തൊട്ടിലിൽ കണ്ടുവെന്നാണ്. എന്തുകൊണ്ടാണ് ഈ ഭവനത്തിൽ ആയിരിക്കുന്നതിന്റെ പ്രാധാന്യവും നിസ്സഹായകതയുടെ സമ്മാനവും തമ്മിൽ ഞാൻ ബന്ധിപ്പിക്കുവാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത രേഖപ്പെടുത്തുന്നത് ഉരുത്തിരിയുന്നത് എന്ന് ചുരുക്കമായി പറയട്ടെ. പുൽത്തൊട്ടിൽ നിന്ന് ഭവനത്തിലേക്ക് വരുവാനായി അല്ലെങ്കിൽ എഴുതിയതിനായി ഒരു കാരണമുണ്ടാകാമെന്ന് നമുക്ക് ചിന്തിക്കാം. പശുത്തൊട്ടിൽ നിന്ന് ബേത്ലഹേമിലെ ജീവിതം
യൗസേപ്പും മറിയവും അവസാനിപ്പിക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. കുറെ നാൾ കൂടെ അവരവിടെ താമസിച്ചിട്ടുണ്ടാകാം. മറ്റൊരു കാരണവും അതിനുണ്ടാകാം. മത്തായി സുവിശേഷം 2-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ഹെരോദ് രാജാവ് 2 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കൊന്നുകളയുവാൻ പറയുമ്പോൾ പൂർണ്ണമായും ബേത്ലഹേമിൽ നിന്ന്, അതല്ലെങ്കിൽ ബേത്ലഹേമിലെ പുൽത്തൊട്ടിൽ നിന്ന് അവർ എവിടെയോ മാറി ഏതെങ്കിലും ഒരു വാടക വീട്ടിലെങ്കിലും താമസിച്ചിട്ടുണ്ടാകാം. ബേത്ലഹേമിലെ ഗ്രാമത്തിലേക്ക് യൗസേപ്പും മേരിയും കടന്നു വരുമ്പോൾ പെർവഴി ചാർത്തുവാനായിട്ടാണ് വരുന്നത്. പെട്ടെന്ന് തങ്ങളുടെ ജോലി നിർവഹിച്ച് തിരിച്ചു പോകുവാനുമായിട്ടാണ് വരുന്നത്. എന്നാൽ അവിടെ വെച്ച് പൊടുന്നനെ മറിയത്തിന്റെ പ്രസവം നടക്കുകയാണ്. ഒരു കുടുംബം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് ചെല്ലുകയും അവർക്ക് ജോലിയോ മറ്റ് വരുമാന മാർഗങ്ങളോ ഇല്ലാതിരിക്കുന്ന ഒരു സ്ഥലത്ത് വെച്ച് അവിചാരിതമായി അവരുടെ ജീവിതത്തിൽ വന്നുകൂടുന്ന ഒരുപാട് ആവശ്യങ്ങളെയാണ് നാം ഇവിടെ കാണുന്നത്. നാം അറിയാതെ നാം ജീവിക്കുന്ന ലോകത്തിൽ പെട്ടെന്ന് തന്നെ ചില സംഭവങ്ങൾ ഉണ്ടാകാം. മനുഷ്യ ജീവിതത്തിൽ ഒരിക്കലും ചിന്തിക്കാത്ത, മനുഷ്യന്റെ മനസ്സിന്റെ ഒരു കോണിൽ പോലും അവൻ പ്രതീക്ഷിക്കാത്ത അപരിചിതമായ ഒരു ആണല്ലോ ഈ വർഷം, അല്ലെങ്കിൽ ഇനിയും മുമ്പോട്ട് നമ്മൾ പോകുന്ന കാലഘട്ടങ്ങൾ. അവിചാരിതമാണില്ല. എന്നാൽ ആ അവിചാരിതമായ കാലഘട്ടത്തിൽ, സമയത്തിൽ എന്താണ് നിസ്സഹായകതയുടെ സമ്മാനം എന്നുള്ള അന്വേഷണമാണ് നിങ്ങളോടൊപ്പം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ തീർച്ചയായും ആഗ്രഹിക്കുന്നു, ചിന്തിക്കുന്നു, യൗസേപ്പ് ഏതാണ്ട് 2 വർഷക്കാലം അവിടെ താമസിച്ചപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ അദ്ദേഹം ആവശ്യമായി ചിന്തിട്ടുണ്ടാകാം. അദ്ദേഹത്തിന്റെ ഭവനത്തിൽ എപ്പോഴും ഇരിക്കുവാൻ പോലും സാധിക്കുന്നുണ്ടാവില്ല. മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 11-ൽ രാജാക്കന്മാർ അവിടേക്ക് കടന്നു വരുമ്പോൾ അവിടെ മറിയത്തോട് കൂടെ നിൽക്കുന്ന, അല്ലെങ്കിൽ കൂടെ ആയിരിക്കുന്ന ശിശുവിനെ കാണുന്നു. അവിടെ യൗസേപ്പിനെ പറ്റി ഒന്നും പറയുന്നില്ല. യൗസേപ്പ് എവിടെ? നമുക്കൊരു പക്ഷേ ഇങ്ങനെ വിവക്ഷിക്കാം, അതാത് ദിവസത്തെ ആവശ്യത്തിനായി വെളിയിൽ പോയിരിക്കുന്ന യൗസേപ്പിനെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ രാജാക്കന്മാർ കടന്നു വരുമ്പോൾ അവർ കൊണ്ടുവരുന്ന പൊന്നും മോരും കുന്തിരിക്കവുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് വളരെ വിലപിടിപ്പുള്ള ഒന്നാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയുവാനായി സാധിക്കും. ഒരു ജീവിതത്തിന്റെ കാലഘട്ടത്തിൽ ഓരോ മനുഷ്യനും അനുഭവിക്കുന്ന വേദനയിൽ നാം അവരോടുകൂടെ ചേരുവാൻ ആഗ്രഹിക്കുമ്പോൾ അവർ എന്തായിരിക്കുന്നു എന്ന് നാം നിശ്ചയിക്കുന്നതിനപ്പുറം അവരെന്തായിരിക്കുന്നു എന്നതിൽ നാം പങ്കുചേരുന്നു എന്നുള്ളതിലാണ് നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ സമ്മാനത്തിലേക്ക് നാം കടക്കുവാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് നിസ്സഹായാവസ്ഥ ഇവിടെ? ഞാൻ പറഞ്ഞുവല്ലോ, തന്റെ ജീവിതം മുമ്പോട്ട് പോകുവാൻ ബേത്ലഹേമിൽ സാധിക്കാതെ വരുമ്പോൾ ആ നിസ്സഹായകതയോടുകൂടെ ചേർന്ന് നിൽക്കുന്ന സമ്മാനമാണ് ഒരുപക്ഷെ രാജാക്കന്മാരുടെ ഭാഗത്തു നിന്ന് നാം കാണുന്നതെന്ന് വീണ്ടും നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. സഭാപിതാക്കന്മാർ പ്രൊമിയോൻ സദറ എഴുതിയപ്പോൾ ഈ കൊണ്ടുവന്ന സമ്മാനത്തെ പറ്റി സ്വർഗീയ രാജാവിന് രാജാതിരാജാവിന് കൊടുത്തതായ സമ്മാനമായി വിവക്ഷിക്കുന്നുവെങ്കിൽ അത് ശരിയാണ്. എന്നാൽ മനുഷ്യനായിരിക്കുന്ന, വൾണറബിൾ പൊസിഷനിലായിരിക്കുന്ന, ദ വീക്ക് ആൻഡ് ദ മീക്ക് എക്സ്പീരിയൻസ് നമ്മൾ പറയാറുണ്ട്, അതിൽ അവരോട് കൂടെ ചേർന്ന് നിൽക്കുന്നതിനാണ് ഒരു പക്ഷെങ്കിൽ ഏറ്റവും പ്രാധാന്യമായ സമ്മാനം എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുന്നത്. ജോൺ ക്ലോഡ് ലാറ്റ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് തിയോളജിയൻ ദ തിയോളജി ഓഫ് ഇൽനെസ് എന്ന് പറയുന്ന ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ഈ ബുക്കിൽ പറയുവാൻ അദ്ദേഹം ശ്രമിക്കുന്നത്, മനുഷ്യന്റെ അനുസരണക്കേടിന് ശേഷം ഏത് ശരീരമാണോ മനുഷ്യനുണ്ടായത് അതിൽ ഒരു രോഗാവസ്ഥയുണ്ട്. ഈ രോഗാവസ്ഥയുള്ള ശരീരത്തോട് തന്നെ ചേർന്നാണ് യേശുക്രിസ്തു തന്റെ മനുഷ്യ ശരീരം എടുക്കുന്നതെന്ന് ഓർത്തുകൊള്ളണം. അതുകൊണ്ട് നിസ്സഹായകനായ മനുഷ്യന്റെ നിസ്സഹായാവസ്ഥയിലുള്ള സമ്മാനമാണ് യേശുക്രിസ്തു. So during this Christmas, our call is not just to give away something to someone. ആരുടെക്കെങ്കിലും എന്തെങ്കിലും ഒരു ചാരിറ്റി കൊടുക്കുന്നു എന്നുള്ള സാധാരണ ചിന്തയല്ല നമുക്ക് വേണ്ടത്. Rather, it is a time for us to identify
and also to partner with people of vulnerability, people of have-nots, and people who cannot have even one time meal and clothe themselves and have a good shelter in their life. ഈ ജീവിത ശൈലിയെയാണ് നാം രൂപാന്തരപ്പെടുത്തി നമുക്ക് ക്രിസ്തുമസിന്റെ നിസ്സഹായകതയുടെ സമ്മാനത്തിലേക്ക് നമ്മെ തന്നെ മാറ്റിയെടുക്കേണ്ടത്. എന്താണ് മറ്റുള്ളവരുടെ ആവശ്യമെന്ന് നാം ചിന്തിക്കുകയല്ല, അവരുടെ ആവശ്യത്തോടു കൂടെ ഐഡന്റിഫൈ ചെയ്യുവാൻ, അതിനോടുകൂടെ പാർട്ട്ണർ ചെയ്യുവാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് അത്യാവശ്യം. ഞാൻ താമസിക്കുന്നതെന്ന് 80 കിലോമീറ്റർ ദൂരെയായി ഒരു അപ്പച്ചൻ, ഒരു ഓസി എന്ന് വെച്ചാൽ ഓസ്ട്രേലിയൻ വെള്ളക്കാരനായ അപ്പച്ചൻ താമസിക്കുന്നു എന്ന് ഞാൻ ഈ അടുത്ത് കേൾക്കുകയും, ക്രിസ്തുമസിൽ അദ്ദേഹത്തിന്റെ ആവശ്യം, അദ്ദേഹം തനിയെ താമസിക്കുന്നു, ആരുമില്ല, അദ്ദേഹം പ്രായമായിരിക്കുന്നു, മറ്റൊരാൾ മുഖാന്തരം അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ആവശ്യം അവിടെ ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് പണം കൊടുക്കുവാനോ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് സമ്മാനം കൊടുക്കുവാനായിരുന്നില്ല. അദ്ദേഹത്തിന് ഒരേ ഒരു ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ക്രിസ്തുമസ് ഗാനം കേൾക്കുവാൻ ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹം ചോദിച്ചത്, ഫാദർ ക്യാൻ യു ജസ്റ്റ് സിംഗ് എ സോങ്, ക്രിസ്മസ് സോങ്. അദ്ദേഹത്തിന്റെ മുഖത്ത് വിരിഞ്ഞതായ പൂ നമുക്ക് കാണുവാൻ സാധിക്കും. വളരെ വിശാലമായി അദ്ദേഹം എന്തോ വലിയ നിർവൃതിയിലായിരിക്കുകയാണ്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വിളിച്ച ഒരു കുടുംബത്തിന്റെ ആവശ്യത്തെ പറ്റി പറഞ്ഞ ഞങ്ങളുടെ ഒരു കൂട്ടം ആളുകൾ, ഇവിടെയുള്ള ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ബന്ധപ്പെടുന്നവർ പറഞ്ഞത്, അവർക്ക് മറ്റൊന്നും ആവശ്യമില്ല, അവർക്ക് അതേ ആവശ്യം 1 മാസത്തെ അവരുടെ വീടിന്റെ വാടകയൊന്ന് കൊടുക്കണം. കാരണം കോവിഡ് മുഖാന്തരം അവരുടെ ജോലി നഷ്ടപ്പെട്ടു, അവരുടെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു, മക്കളുടെ പഠനം നഷ്ടപ്പെട്ടു. ഇനിയും അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അവർക്ക് ഒരുപാട് നാൾ ജീവിക്കണമെന്നുമില്ല. Can you just help us with just 1 month rent? That is what the gift of identifying with the vulnerable community, identifying with the people who need our help and people who are in the marginal positions. നമുക്ക് മറ്റുള്ളയാളുടെ ആവശ്യങ്ങൾ നമ്മുടെ ഹെൽപ്പ് കൊടുക്കുക എന്നുള്ളത് പറയുമ്പോഴും ആ ഹെൽപ്പിനെ നാം കാണുന്നത് partnering our life with them. Therefore, the theology of Christmas is nothing but partnering with the vulnerability. We becoming a partner to them so that the extension of the kingdom of God happens along with when God partnering with our own vulnerable bodies. നമ്മുടെ ഈ പലപ്പോഴും നിഷ്ക്രിയമായിരിക്കുന്ന, പലപ്പോഴും പ്രതിസന്ധിയിലുള്ള, നിസ്സഹായാവസ്ഥയിലുള്ള, രോഗാവസ്ഥയിലുള്ള ഈ ശരീരത്തോട് ചേരുവാൻ തക്കവണ്ണം യേശു ക്രിസ്തു, ലോകത്തിന്റെ നാഥനായ ദൈവം കാണിച്ച ആ സമ്മാനം, ആ വലിയ സ്നേഹം, അതിന്റെ തുടർച്ചയാണ് നാം ഇന്ന് ലോകത്തിൽ മുമ്പിൽ കാണുന്ന അനേക കോടി ജനങ്ങൾക്ക് നമ്മുടെ ഒരു നേരത്തെ സമ്മാനമായി കാണേണ്ടുന്നത് അവരോട് കൂടെ പാർട്ട്ണർ ചെയ്യുവാനുള്ള നമ്മുടെ മനസ്സിനെയും സാധ്യതയുമാണ്. അപ്പോൾ നമുക്കറിയാം എന്താണ് അവർ ആവശ്യപ്പെടുന്നത്, എന്താണ് അവർ ആഗ്രഹിക്കുന്നത്. അവരുടെ ആഗ്രഹത്തോടുകൂടെ നമ്മുടെ ജീവിതത്തെ ഒട്ടിക്കുവാൻ, ചേർത്ത് വെക്കുവാൻ, തുന്നിച്ചേർക്കുവാൻ സാധിക്കുമ്പോൾ we partner with the vulnerable community, and that makes a different experience during this Christmas. ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ ആർട്ടിക്കിൾ, അത് ഈ ഗിഫ്റ്റുമായി ബന്ധപ്പെട്ടതുകൊണ്ടായതുകൊണ്ട് ഞാൻ ഇതിനെ ഒരുമിച്ച് തുന്നിച്ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. An alternative gift, a gift for the vulnerable community is nothing but partnering with the vulnerable community, the community of the margins and community of the have-nots. അതിനായി ക്രിസ്മസ് നമ്മെ സഹായിക്കട്ടെ. ഈ ക്രിസ്മസിൽ നമ്മെ തന്നെ അവരുടെ ഇടയിലേക്ക് ചേർത്ത് നാം അവരോട് ഒരുമിച്ച് പങ്കുകാരാകുന്ന, അവരുടെ ജീവിതത്തെ പങ്കുവെക്കുന്ന, അവരോടൊപ്പമായിരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അവരിൽ നിന്ന് മാറി നിന്നുകൊണ്ട് എന്തെങ്കിലും കൈനീട്ടി കൊടുക്കുകയല്ല, അതിനപ്പുറമായി അവരുടെ ജീവിതത്തോട് ചേർന്ന് തുന്നിച്ചേർന്ന് അതിൽ ഒരുവനാകുവാൻ ഏത് സാഹചര്യത്തിലായിരിക്കുമ്പോഴും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2020 നല്ല ക്രിസ്മസ് ആശംസിക്കുമ്പോൾ തന്നെ 2021 വീണ്ടും പ്രതീക്ഷകളുടെയും ഏത് പ്രതിസന്ധികളിലും വളരെ ദർശനത്തോടുകൂടെ നല്ല കാഴ്ചകൾ കാണുവാനുള്ള മനസ്സിനെ രൂപപ്പെടുത്തുവാനും, നിസ്സഹായകതയുടെ സമ്മാനത്തോട് പങ്കുകാരാകുവാനും, പാർട്ട്ണർ ചെയ്യുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനായി ദൈവം നിങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ഇതിനായി എന്നെ ക്ഷണിക്കുകയും ഈ വീഡിയോ ആവശ്യപ്പെടുകയും ചെയ്ത ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ബാംഗ്ലൂർ എന്റെയും കുടുംബമാണ്.
ആ കുടുംബത്തോടൊപ്പം ഞാനും ക്രിസ്മസിൽ ചേരുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. എന്റെയും എൻ്റെ കുടുംബത്തിന്റെയും ക്രിസ്മസ് ആശംസകൾ. താങ്ക് യു. Jingle bells, jingle all the way. Oh, what fun it is to ride a one-horse open sleigh. Hey, jingle bells, jingle all the way. Oh, what fun it is to ride a one-horse open sleigh. Oh, come, all ye faithful, joyful and triumphant. Oh, come into Bethlehem. Come and behold him, born the King of angels. Oh, come, let us adore him. Oh, come, let us adore him. Oh, come, let us adore him, Christ the Lord. Sing, chorus of angels, singing exaltation, and sing all ye citizens of heaven. Glory to God, glory in the highest. Oh, come, let us adore him. Oh, come, let us adore him. Oh, come, let us adore him, Christ the Lord. The Lord is come, let earth receive her King. Let every heart prepare him room, and heaven and nature sing, and heaven and nature sing, and heaven and nature sing. Joy to the earth, the Savior is, the man, the songs and praise. By seas and floods, rock hills and plains,
Repeat the sounding joy. Repeat the sounding joy. Repeat, repeat the sounding joy. Dashing through the snow on a one-horse open sleigh. Over the fields we go, laughing all the way. Then from the place we making spirits bright. What fun it is to ride and sing a sleighing song tonight. Hey, jingle bells, jingle all the way. Oh, what fun it is to ride on a one-horse open sleigh. Hey, jingle bells, jingle all the way. Oh, what fun it is to ride on a one-horse open sleigh. Here's the house with bells of holly, fa la 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 la. Here's the season to be jolly, fa la 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 la. Don't you know what good about it, fa la 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 la. So the engine you take care of, fa la 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 la. La 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 Let's go the old year passes, la 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 la. Hear the new year laughs and lashes, la 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 la. Sing the joyous song together, la 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 la. Feel the weather in the river, la 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 la. മാലാഖമാരെ മിന്നൽ പാടി ഒരിമ്പഗാനം പാടുന്നിതാ വീണ്ടും ഞങ്ങൾ മാനവരക്ഷയ്ക്കായി പാടുന്നിതാ വീണ്ടും ഞങ്ങൾ മാനവരക്ഷയ്ക്കായി പാടി പുകഴ്ത്തിടാം ജാതനായുന്ന വേദലഹീനിൽ രാജാതിരാജനീശു ജാതനായുന്ന വേദലഹീനിൽ
രാജാതിരാജനീശോ ഇന്നിതാ വിശുദ്ധനായി കണ്ണീരിലും കൺമണിയായി ഉന്നതമഹത്വം മാനവപ്രതിസന്തോഷം പാടിയ പക്ഷികൾ പാടിടുമ്പോൾ പരിപാലനരുടങ്ങി ഇന്നിതായി കണ്ണീരിലും കൺമണിയായി. We wish you a Merry Christmas, Merry Christmas, Merry Christmas, and a Happy New Year. പാടിൻ 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 ഹല്ലേലൂയ പീഡയന്മാർ വേദനയിൽ പാടിയ പോലെ വന്നേ ക്ഷിപ്പിൻ വാനിന്റേരിൽ വാഴുന്നോനെ പേരിടുന്നു കന്യകചിത്രം ഹസ്തതലത്തിൽ ഗബ്രിയേലും വൃന്ദവുമൊപ്പം വന്നിപ്പോടെ യൗസേപ്പാദ്യന്മാർ പാണികളിൽ കൊണ്ടാടുന്നു സ്തോത്രം വാനിൽ മാന്യം തിങ്ങിടുന്നോനെ ഭൂവിൽ ജന്മ സ്ലോയാൽ മോദം ചേർത്തോനെ പാടിൻ 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 ഹല്ലേലൂയ തീരയന്മാർ വേദനയിൽ പാടിയ പോലെ വന്നേ. And a Happy New Year. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year.